നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അവർ നിങ്ങളോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഓൺ ആൻഡ് ഓഫ് ആയിട്ട്. കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ്. ബ്ലോക്ക് ചെയ്തിരുന്ന അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ പക്ഷേ ഒരു എന്താ പറയാ, കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് നിങ്ങളോട് അടുക്കുന്നില്ല ഈ വ്യക്തി. എന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ജനറൽ റീഡിംഗ് ആണ്. എത്രത്തോളം ആളുകൾക്ക് റെസനേറ്റ് ചെയ്യുമെന്ന് അറിയില്ല എനിക്ക്, കേട്ടോ. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഈ ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്? ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓറക്കിൾ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ. ഇത് കുറച്ച് കാർഡുകൾ മറിഞ്ഞിട്ടുണ്ട്. ഭഗവാനെ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇത്രയും കാർഡുകളാണ് മറിഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ, നിറവേറണമെങ്കിൽ നിങ്ങൾ രുദ്രമന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. ഓം നമോ ഭഗവതേ രുദ്രായ ഇത് ജപിക്കണം എന്നാണ് പറയുന്നത്. അത് ഹിന്ദു മതത്തിൽ ജീവിക്കുന്നവരും അത് ഹിന്ദു ദൈവങ്ങളിൽ വിശ്വാസമുള്ളവരുമാണ് ഇത് ജപിക്കാൻ പറയുന്നത്. ബാക്കി നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, കേട്ടോ. പിന്നെ ഭൈരവനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് പേടിയുള്ളത് കൊണ്ടാണ്. ഇതൊന്നും നടക്കില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും, എല്ലാവരും എതിർക്കും എന്നൊക്കെ ഒരു ടെൻഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാൻ, നിങ്ങളുടെ മനസ്സിലുള്ള വ്യാധി മാറാനായിട്ട് നിങ്ങൾ ഭൈരവനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് എന്നും പറയുന്നുണ്ട്, കേട്ടോ. അപ്പൊ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നമ്മൾ കൊയ്യുന്നത്, അതാണ് പറയുന്നത്. ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്ന ഈ വ്യക്തി ഒരു ആക്ഷനും എടുക്കാത്തത് എന്ന് വെച്ചാൽ, ചിലപ്പോൾ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഈ വ്യക്തിയുടെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ നോക്കുമ്പോൾ ഈ വ്യക്തിയുടെ DP എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല ഇവര്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നൊന്നുമില്ല, നിങ്ങൾ വിളിച്ച് നോക്കിയിട്ടുമില്ല. കാരണം നിങ്ങൾക്ക് ഇതിന്റെ പരിപാടി അറിയാൻ പാടില്ല. ചിലപ്പോൾ അത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇനി ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പോയ ആളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എന്നാണ് നിങ്ങൾ കാണിക്കുന്നത്. ഓക്കെ. അപ്പോ എന്താണ് ഇവരുടെ ഇപ്പോഴത്തെ എനർജി? നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവരുടെ ഇപ്പോഴത്തെ എനർജി ഭയങ്കര ടെൻഷനാണ്. അപ്പോ നിങ്ങളെ ഒട്ട് വിടാനും പറ്റുന്നില്ല, എന്നാലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനും പറ്റുന്നില്ല. നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്, അത് നിങ്ങളോട് തുറന്ന് പറയാൻ പറ്റുന്നില്ല. നിങ്ങളുമായിട്ട് സമാധാനപരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി ടെൻഷൻ അടിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ ആരെങ്കിലും വന്ന് കയറിയാല് പിന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമാകും. അപ്പൊ അതുകൊണ്ടാണ് അൺബ്ലോക്ക് എന്ന് വെച്ചാൽ, നിങ്ങളെ വേണം താനും, അതിന് വേണ്ട ആക്ഷൻ എടുക്കാനുള്ള ഒരു ധൈര്യമില്ല ഈ വ്യക്തിക്ക്. കാരണം ഒരു ആക്ഷൻ എടുക്കുകയാണ്, നിങ്ങൾ പോവരുത് എന്ന് പറയാനുള്ള ഒരു ധൈര്യമില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്, അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് വരും, ഒരു വാക്ക് തരല് പോലെ ആവും. അപ്പൊ അതുകൊണ്ടാണ് വ്യക്തി ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഭയങ്കര ടെൻഷനിലാണ്. 8 ഓഫ് പെന്റക്കിൾസ് ആണ്. റിലേഷൻഷിപ്പിൽ വ്യക്തി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, കേട്ടോ. അല്ലെങ്കിൽ ഇത് 8 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ, പെന്റക്കിൾസ് പറഞ്ഞാൽ ജോലി, കരിയർ, ഫിനാൻസ് ഒക്കെയാണ്. അപ്പോ ഫിനാൻസ് കൊണ്ടും ഈ വ്യക്തി ടെൻഷനിലാണ്. ഫിനാൻസിന്റെ പ്രശ്നവും ഉണ്ട് വ്യക്തിക്ക്. അതേസമയം ഈ വ്യക്തിക്ക് പണനഷ്ടം ഉണ്ടാകുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അതിൻ്റെതായ ഒരു സ്ട്രെസ്സും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാത്തത് ചിലപ്പോ ഈ വ്യക്തിക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. ഈ വ്യക്തിയുടെ മനസ്സ് മുഴുവൻ നിങ്ങളോടുള്ള ചിന്തയുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അൺബ്ലോക്ക് ചെയ്തത്. നിങ്ങൾ പോകാൻ പാടില്ല. അതേസമയം നിങ്ങളോട് സംസാരിച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കണം, അല്ലെ?
അതിനിപ്പോ ഈ വ്യക്തിയുടെ അടുത്ത് സമയമില്ല. കാരണം ഈ വ്യക്തിക്ക് ഇഷ്ടംപോലെ പണനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അല്ലെങ്കിൽ കടം കൊടുത്തവർ എങ്ങനെയാണോ കുറെ പണം ഈ വ്യക്തിക്ക്, ചിലപ്പോൾ ബിസിനസ് മുഴുവൻ ഡള്ളായി പോയിട്ടുണ്ടാവും ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ. അങ്ങനെ കരിയറിൽ ഭയങ്കരമായ തിരിച്ചടി കിട്ടിയിട്ടുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പോ വ്യക്തി നിങ്ങൾ പോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ വേണ്ടി റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാത്തത് എന്നുമാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഞാനിത് ക്ലാരിറ്റി ചോദിച്ചത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് സ്ട്രെസ് എന്ന കാര്യം നമുക്ക് മനസ്സിലായത്. ഇനി ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് നമുക്ക് നോക്കാം. ഇത്രയും കാര്യം നോക്കാം. ഇത് 4 കാർഡൊക്കെ തരൂ ഭഗവാനെ. ഫൈൻ, താങ്ക് യു. കാർഡ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കുമ്പോ ഇവരുടേത് 10 ഓഫ് പെന്റക്കിൾസ്. ഫാമിലിയില് ഇവർക്കൊരു പുതിയ വിവാഹാലോചന വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇത് ഈ വ്യക്തി ഡിവോഴ്സ്ഡ് ആണ്, അല്ലെങ്കിൽ ഭാര്യ മരിച്ചത്, ഭർത്താവ് മരിച്ചത് ആരോ ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ വളരെ സ്ട്രോങ് ആണ് വ്യക്തി. പക്ഷെ ഈ വ്യക്തിക്ക് ഒരു പുതിയൊരു ലവ് ഓഫർ വന്നിട്ടുണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തില്. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ വീട്ടുകാര് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വിവാഹാലോചന ആയിരിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു പുതിയൊരാള് ഒരു ലവ് ഓഫറുമായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലായി. അപ്പൊ ഈ വ്യക്തി ചിലപ്പോ ഈ ഒരു ഓഫർ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു വിവാഹാലോചന വന്നിട്ടുള്ളത് അതൊരു ഫിനാൻസിന് നല്ല ഇംപ്രൂവ്മെന്റ് വരും എന്ന ഒരു തരത്തിലാണ് ഇവരുടെ ഫാമിലി എടുക്കുന്നത്. അപ്പൊ ഇവരുടെ ഫാമിലിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ പുതിയ വിവാഹാലോചനയ്ക്കോ, അല്ലെങ്കിൽ ഈ പുതിയ ലവ് ഓഫറിനോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലിക്ക് അത് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം കൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലിയും കൂടെ ഇതിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ആകെ കൂടെ പ്രശ്നമുള്ള ഒരാളാണ്. ജോലി ചിലപ്പോ പുറത്തേക്ക് കൊണ്ടുപോകാം, ജോലി പിടിച്ചു തരാം, അല്ലെങ്കിൽ എന്താ പറയാ ജോലി ചെയ്യേണ്ടി വരില്ല. കാരണം അത്രയും ഫിനാൻഷ്യലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിന്നായിരിക്കാം ചിലപ്പോ ഒരു വിവാഹാലോചനയോ ഒരു ഓഫറോ എന്തോ വന്നിരിക്കുന്നത്. അത് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്. നിങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത് ചിലപ്പോൾ ആ ഒരു ഓഫർ വന്നപ്പോഴായിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് അതിന്റെ പുറകെ പോയത്. ആ ഒരു വിവാഹ ഓഫറിന്റെയോ പുതിയൊരു റിലേഷൻഷിപ്പിന്റെ ഓഫർ അത് ആക്സെപ്റ്റ് ചെയ്യാമെന്ന ഇതില് ഫാമിലി എല്ലാം കൺവിൻസ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയോ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് പോയത്. ഇവിടെ ജെമിനി സോഡിയാക് സൈൻ ആണ്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പൊ പണത്തിന്റെ ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോ എന്തുകൊണ്ടാണ് പക്ഷെ ഇവിടെ കാണിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഇനി വിവാഹം കഴിഞ്ഞിട്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് വെക്കാനാണോ? അപ്പൊ നിങ്ങളുമായിട്ടുള്ള വിവാഹം അത് വലിച്ചെറിഞ്ഞു കാർഡ്സ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമല്ല കേട്ടോ. കാരണം എനർജി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ വന്നത്. ഒരൊറ്റ തട്ടി കാർഡ് തെറിച്ചുപോയി. അപ്പോ അതല്ല. അപ്പൊ വ്യക്തി നിങ്ങളെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കുക? നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ ഈ വ്യക്തി എടുക്കാത്തത് എന്താണ്? ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് നടന്നിട്ടുണ്ടല്ലോ. നിങ്ങളെ വിശ്വാസമില്ല ഈ വ്യക്തിക്ക്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ എന്താണ് ഇവിടെ പണി ഒപ്പിച്ചത്? അറിയില്ല. നിങ്ങളെ വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് ഒരു വിശ്വാസമില്ലായ്മയുണ്ട് നിങ്ങളുമായിട്ട്. നിങ്ങളുടേത് ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആണോ? നിങ്ങളുടെ വ്യക്തി ഓൾറെഡി മാരീഡ് ആണോ? അതോ ആദ്യത്തെ ഡിവോഴ്സ്ഡ് ആണോ, സെപ്പറേറ്റഡ് ആണോ? അങ്ങനെ എന്തോ ഒരു പക്ഷെ അതിനിടയിൽ ഒരു ലവ് ഓഫർ വന്നിട്ടുമുണ്ട്. അപ്പോ ഈ വ്യക്തി ഹാർട്ട് ബ്രോക്കൺ ആണെന്നാണ് പറയുന്നത്. ചിലപ്പോ നിങ്ങളോട് തമാശയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധം വന്നിട്ടുണ്ട് അപ്പോ എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും. മനസ്സിലായി? എന്നാ പിന്നെ നിങ്ങൾ അവരുടെ കല്യാണം കഴിച്ചോളൂ, അവരുടെ കൂടെ പൊക്കോളൂ.
നമ്മൾ തമ്മിൽ ഒരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങളാണോ ഇതിന് ഇറങ്ങി പോയത്? കാരണം അതുകൊണ്ട് തന്നെ വ്യക്തി അങ്ങനെ ഒരു കാര്യം, വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ഒരു അഭിപ്രായം കിട്ടാനും, അപ്പൊ നിങ്ങള് അങ്ങനെ എന്നോട് ഇത്രയും സ്നേഹമാണ്, ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യമില്ലല്ലോ എന്നൊരു ദേഷ്യമാണ് നിങ്ങൾക്ക് വന്നത്. എന്തായാലും നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായ ഹാർട്ട് ബ്രേക്കിലാണെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്തെങ്കിലും പ്രശ്നം വന്ന് ഈ വ്യക്തി എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാല് അതിൽ നിങ്ങൾ ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു പേടി ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട്, കാരണം നിങ്ങളില്ലാതെ ഈ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഫാമിലിയിൽ വന്ന ഒരു കാര്യം നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ശരിയാണ്, ജോലിയില്ല, പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, കുറെ പണനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ ബിസിനസ് ചെയ്യാൻ അറിയാത്ത ഒരാള് ഫാമിലിയുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ച് ചേച്ചിയുടെ സ്വർണ്ണാഭരണങ്ങളും അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വിറ്റിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ, സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോട്ടെ, ഇൻവെസ്റ്റ് ചെയ്തപ്പോ ബിസിനസ് അറിയാത്ത ഒരാള് ബിസിനസ് ചെയ്യുമ്പോൾ എത്രത്തോളം ആവും നമുക്കറിയാം. അപ്പൊ അങ്ങനെ എന്തോ പണി കിട്ടിയ ഒരാളാണെന്നാണ് കാണിക്കുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോ വീട്ടുകാരെല്ലാം കൂടെ, അപ്പൊ അതൊരു നല്ല ഓഫർ ആണെന്ന് എല്ലാവർക്കും തോന്നിയപ്പോ ഈ വ്യക്തിയോട് സംസാരിച്ചു. പക്ഷേ വ്യക്തി അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതെയാണ് നിങ്ങളോട് വന്ന് സംസാരിച്ചത്. പക്ഷെ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോ ദേഷ്യം വന്നു. ഇങ്ങനെ ഒരു കാര്യം ഉള്ളപ്പോ അങ്ങനെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചിട്ട് വേറൊരാളുടെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചില്ലേ എന്നൊരു ചിന്തയാണ്. അപ്പൊ നിങ്ങളും ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ചിട്ടാണ് ഈ വ്യക്തിയെ വഴക്ക് പറഞ്ഞത്. അതുപോലെ തന്നെ എനിക്കിനി നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ട ഈ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾ ആ വായെടുത്ത് അങ്ങ് പറഞ്ഞു പോയി. പക്ഷെ നിങ്ങൾ അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് വ്യക്തി ഇറങ്ങിപ്പോയി നിങ്ങളെ ബ്ലോക്ക് ചെയ്തു വഴക്കിട്ടത് കൊണ്ട്. പക്ഷെ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇനി ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കടമെല്ലാം മേടിച്ചിട്ടാണ്, നിങ്ങളുടെ കുറെ പൈസ ഈ വ്യക്തിയുടെ അടുത്ത് ഉണ്ടാവാം. നിങ്ങളുടെ ചിലപ്പോ എന്തെങ്കിലും, സ്ത്രീകളാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചിട്ടുണ്ടാവും, പുരുഷനാണെങ്കിൽ പൈസ മേടിച്ചിട്ടുണ്ടാവും ഈ വ്യക്തി. അപ്പൊ അതെല്ലാം തിരിച്ചു തരാൻ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ചിലപ്പോൾ നിങ്ങൾ പൈസ തരില്ല എന്ന് എന്തെങ്കിലും പറഞ്ഞോ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ എന്തോ ഒരു കാര്യം ഉണ്ടായി, പൈസയെ സംബന്ധിച്ച് എന്തോ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പിൽ എന്തോ തർക്കം ഉണ്ടായിട്ടുണ്ട്, റിലേഷൻഷിപ്പിന് സ്നേഹത്തിനെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തി ഭയങ്കരമായ ഹാർട്ട് ബ്രേക്കിലാണ്. നിങ്ങളെ വിശ്വാസമില്ല എന്നാണ്, നിങ്ങളുമായിട്ട് കാര്യങ്ങളൊന്നും ഇനി ഷെയർ ചെയ്യില്ലെന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങൾക്ക് ഈ വ്യക്തിയെയും വിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് ഇറങ്ങി പോയതെന്നാണ് വ്യക്തി പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വലിയൊരു പണിയായിട്ടുണ്ട്. ഈ ഒരു കാര്യം കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ ഇപ്പൊ തൽക്കാലം എടുക്കാത്തത്. പക്ഷെ റിലേഷൻഷിപ്പ് പോയിട്ടില്ല, ഇപ്പോഴും റിലേഷൻഷിപ്പിലാണ് നിങ്ങളുമായിട്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ സംസാരിക്കുന്നില്ല, അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, സംസാരിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണോ? നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ? നോക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? ആ കാർഡ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇതൊരു ഒരു പൊട്ട കാർഡ്സ് ഉണ്ടാവും. സോറി നന്നായി. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് ഇവിടെ വീണിരിക്കുന്ന ഈ കാർഡ്സ് എടുക്കാം. ഇതിൽ പറയുന്നത് നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവർ പറയുന്നത്, ഇപ്പൊ നിങ്ങള് മറ്റുള്ളവരോടൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും എന്താണ്. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മളുടെ വ്യക്തി പറയുന്നത് വിശ്വസിക്കാതെ അവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കും. ഇവരെ പരിചയമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകളോട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കും. അവര് പറഞ്ഞു തരുന്നതെല്ലാം സത്യമാകണമെന്നില്ല. പക്ഷെ നിങ്ങൾ അവരെ വിശ്വസിച്ച് ഇവരുടെ എതിരെ തിരിയും. അങ്ങനെ ഒരു പ്രശ്നം കാണിക്കും. അപ്പൊ നിങ്ങള് ഈ നാട്ടുകാരോട് ഈ വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കുന്നത് നിർത്തുക. ഈ വ്യക്തി ഇറങ്ങിപ്പോയി എന്ന് തന്നെ, ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആണ് ഈ വ്യക്തി, അത് സത്യമാണ്. കാരണം ഈ റിലേഷൻഷിപ്പ് ഭയങ്കര ഒരു ബേർഡൻ ആയിട്ട് മാറിയോണ്ടാണ് ഈ വ്യക്തി പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ നാട്ടുകാരോട് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുക. ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ പരദൂഷണം പറയുന്നുണ്ട്, വല്ലവരും ഒരു കല്യാണാലോചന വന്നപ്പോ അല്ലെങ്കിൽ ഒരാൾ പൈസ കൊടുത്ത് സഹായിക്കാൻ വന്നപ്പോ അവരുടെ കൂടെ പോയി എന്നെ ഉപേക്ഷിച്ച് പോയി എന്നൊക്കെ ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ദുഷ്പ്രചരണം നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഈ വ്യക്തിയെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്, അതൊക്കെ പണിയായിട്ട് വരികയാണ്. നിങ്ങളെയും ഈ വ്യക്തിയെയും കൂടുതൽ അകറ്റും ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ അതെല്ലാം നിങ്ങൾ നിർത്തണം. ഇനി നിങ്ങൾ ആരോടും ഈ വ്യക്തിയെ കുറിച്ച് അന്വേഷിക്കേണ്ട, വ്യക്തിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യരുത്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടോ ബന്ധുവോ ആരും ആയിക്കോട്ടെ, ഈ വ്യക്തിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരോ ഈ വ്യക്തിയുടെ കമ്പനിയിൽ അവരുടെ കീഴിൽ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരോ ആരും ആയിക്കോട്ടെ, ഒരു സീനിയർ മാനേജറിനെ കുറിച്ച് നമ്മളൊരു പ്യൂണിനോട് അന്വേഷിക്കുമ്പോൾ ആ പ്യൂണിന് സീനിയർ മാനേജറെ കുറിച്ചുള്ള എന്തായിരിക്കും റെസ്പെക്ട്, അതൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ബോയ് ഫ്രണ്ട് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, ഗേൾ ഫ്രണ്ട് ആയിരിക്കാം,
ആരുമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കരുത്. നിങ്ങളോട് വലിയ സിമ്പതി കാണിച്ചിട്ട് അവർ വലിയ സഹായം ചെയ്യുന്ന പോലെ കാണിക്കും. പക്ഷെ നിങ്ങളുടെ വ്യക്തിയോട് ഈ നിങ്ങൾ ചോദിക്കുന്ന ആൾക്ക് ഒരു റെസ്പെക്റ്റും ഉണ്ടാവില്ല. അത് ഇടയ്ക്കിടയ്ക്ക് അവരെ വേദനിപ്പിക്കാനും ഇവര് ട്രൈ ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നിർത്തണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് കേട്ടോ. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. പിന്നെ ഇവിടെ ഉള്ളത് അക്വേറിയസ്, ലീബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ നിങ്ങളുടെ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ ഇടയാകട്ടെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരട്ടെ ഭഗവാൻ എന്ന് ആശംസിക്കുന്നു. അപ്പൊ സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.